ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഡ്രൈ കോക്കനട്ടാണ്. ഇത് ഡ്രൈ ആയതുകൊണ്ട് വറക്കാൻ എളുപ്പമാണ്, വെള്ളം പറ്റാനധികം സമയം എടുക്കത്തില്ല. അപ്പോൾ അത് 3/4 കപ്പ്. പച്ചത്തേങ്ങയാണെങ്കിൽ 1 കപ്പ്. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം ചൂടാക്കാൻ, ഇല്ലെങ്കിൽ അറിയാലോ തേങ്ങ വാങ്ങിപ്പോവും. സോ ഒരേ തീയിൽ മൂത്ത് വരണം. ഇതിനാവശ്യമായ സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, പുളി എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ ചെറിയൊരു നെല്ലിക്കയുടെ അത്രയും മതി. അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് കുതിരാനിടണം. എന്നിട്ട് കടുക് വറക്കാനായിട്ട് ആവശ്യമുള്ള കരിയാപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. മഷ്റൂംസ്, ഇത് ബട്ടൺ മഷ്റൂംസ് ആണ്, അത് കട്ട് ചെയ്യണം. പിന്നെ കുഞ്ഞുള്ളി. ഇതാണ് തേങ്ങ ആണെങ്കിൽ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, ഒരുപോലെ മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇതിലോട്ട് മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ ഉണ്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി നിങ്ങൾക്ക് എരി അനുസരിച്ച് ചെയ്യണം, ഇത് 1.5 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ ചൂട് തേങ്ങയ്ക്കകത്തോട്ട് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത്രയും മതി. തീ ഓഫ് ചെയ്തിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല, അതായി വരും, കറക്റ്റാണ്. ഇത് ഇനിയും തണുത്തതിന് ശേഷം മിക്സി നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണേ. അപ്പം പുളി ആ സമയം കൊണ്ട് കുതിരും. ആ സമയം മഷ്റൂം കൂടെ അരിഞ്ഞെടുക്കും. പിന്നെ തണുക്കട്ടെ. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്, ഇത് ഈ ജാറിലേക്ക് മാറ്റാം. ഇത് ഇനി കൊണ്ടുപോയി അരച്ചുകൊണ്ട് വരാമേ. ആ സെയിം പാത്രത്തിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് മഷ്റൂം ഒന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു. എന്നിട്ട് അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. അതിലേക്ക് അരപ്പ് ഒഴിച്ച് പച്ചമുളക് കീറിയിട്ടു, ഉപ്പും ആവശ്യത്തിനിട്ടു. എന്നിട്ട് ആ പാത്രം കഴുകി വെള്ളം കൂടി എടുത്താൽ ഒരു ഓൾമോസ്റ്റ് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് ചെറിയ തീയിൽ കിടന്നത് പറ്റി കുറുകിയെടുക്കണം. മഷ്റൂം വഴിച്ച് സെയിം പാത്രത്തിലോട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കുഞ്ഞുള്ളി ഇട്ടു, കരിയാപ്പിലയും മുളകും കടുകും ഇട്ട് ഉലുവയിട്ട് കടുക് വറുത്തെടുത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് റെഡിയായി. പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പം നൊയമ്പ് സമയമല്ലേ, എല്ലാവരും നൊയമ്പൊക്കെ നോക്കുന്ന സമയമല്ലേ, അപ്പോൾ വെജിറ്റേറിയൻ ഒന്നും കഴിക്കുമല്ലോ. ഈ തീയലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, കോമൺ, നാട്ടിൽ കേരളത്തിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന തീയൽ. അപ്പോൾ നമ്മുടെ ഇത് ഒഴിച്ച് മാത്രം ചൂട് ചോറിൻ്റെ കൂടെ തീയൽ ഒഴിച്ച് മാത്രം കഴിക്കാൻ പറ്റും. ഞാൻ പുളി ഇച്ചിരി ഏറെ എടുത്താലും അത്രയും എടുക്കില്ല, ഇതിനുള്ളിൽ പുളി മുമ്പോട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുളി വയ്ക്കാറുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി മഷ്റൂം തീയൽ ഉണ്ടാക്കി നൊയമ്പ് സമയം ഫുഡ് കഴിക്കും.